ഇത് വീക്കെൻഡാണ് കേട്ടോ. നല്ല മഴക്കാറുള്ള ഒരു ദിവസം. അങ്ങനെയാകുമ്പോൾ പുറത്ത് പോകാനൊന്നും വലിയ മൂടുണ്ടാവില്ലല്ലോ. പിന്നെ വീട്ടിലിരുന്ന് പണികളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ച് ഉള്ള എനർജിയൊക്കെ എടുത്ത് നമ്മൾ രാവിലെ തന്നെ ഉഷാറായി പണിയെടുത്ത് തുടങ്ങി. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ അലക്കാനുണ്ട്. മൊത്തത്തിലൊരു ക്ലീനിങ്ങിന്റെ ഡേ ആണ്. 5 days നമ്മൾ വർക്കിംഗ് ആകുമ്പോൾ ആ ദിവസം ഒന്നും ഇങ്ങനെ ക്ലീനിങ്ങും അലക്കലും അതൊന്നും നടക്കൂല. പിന്നെ എല്ലാം ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ ആണ്. അപ്പം അങ്ങനെ ഒരു വീക്കെൻഡാണ് ഇന്ന്. വേറെ പുറത്ത് പരിപാടികളൊന്നും ഏറ്റിട്ടില്ല. ക്ലീനിങ് ഡേ. ഇത് കണ്ടിട്ട് സിങ്കിന് വേദന എടുക്കാതെ ഞാൻ ക്ലീൻ ചെയ്യുന്നു എന്ന് വിചാരിക്കണ്ട. ഇത്ര എനർജിയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം ഉരച്ച് കഴിയുമ്പോഴൊക്കെ ക്ലീൻ ആവും. അങ്ങനെ ക്ലീനിങ് പരിപാടി ഒരു വശത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്കിങ്ങും നോക്കാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോൾ വിശക്കും. അപ്പോൾ നല്ല മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീൻകറി ആവാം. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെന്താ, പുട്ട് വേണമല്ലോ. പുട്ട് നല്ല ഇഷ്ടമാണ് മീൻകറിയുടെ ഒപ്പം. അപ്പോൾ നമ്മുടെ ഹോംലിയുടെ പുട്ടുപൊടിയാണുള്ളത്. കുറച്ച് നാളായിട്ട് നമ്മൾ ഹോംലിയുടെ പ്രൊഡക്ട്സ് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. നല്ല സോഫ്റ്റ് പുട്ട്. നമ്മൾ വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചു. അങ്ങനെയാണ് ആ പാക്കറ്റിൽ എഴുതിയത്. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടും ഇന്നലത്തെ സോയാബീനും പപ്പടവും പിന്നെ നമ്മുടെ മീൻകറി ഉണ്ട്. ഒരു വശത്ത് നമ്മുടെ ഫുഡ് റെഡി ആയപ്പോഴേക്കും അലക്കാനുള്ളതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ മഴക്കാറാണെങ്കിലും അത് വിരിച്ചിടാലോ എന്ന് വിചാരിച്ചു. മഴ കാണിക്കുന്നില്ല, പക്ഷെ ചെറിയൊരു മൂടിയ അന്തരീക്ഷം അത്രേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് ചുമ്മാ നമ്മുടെ പുറത്ത് ടൗണിലേക്കൊന്ന് ഇറങ്ങി കുറച്ചു നേരം നടന്നിട്ട് പിന്നെ വന്നപ്പോൾ നമ്മുടെ ഹോംലിയുടെ ഉണക്ക കപ്പ. നാട്ടിലിറങ്ങപ്പോഴാണ് ഇതൊക്കെ കഴിച്ചത്. ഇങ്ങനത്തെ നാടൻ വിഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഹോംലിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നാടൻ വിഭവങ്ങളൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹോംലി ഫുഡ് പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാം കേട്ടോ. എന്തായാലും കപ്പയും നമ്മുടെ മീൻകറിയൊക്കെ കൂട്ടി രാത്രി നമ്മൾ നല്ലൊരു പിടി പിടിച്ചു. ഈ കാണുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്റെ കമ്മലൊന്ന് കഴുകാൻ വേണ്ടി ഊരി വെച്ചിട്ട് കുറച്ച് ദിവസം എന്നുള്ളത് കുറച്ച് ആഴ്ചകളായി. പിന്നെ തിരിച്ചു കയറ്റാൻ പറ്റണില്ല. അങ്ങനെ ഇക്കാക്ക രണ്ടും കൽപ്പിച്ച് കഷ്ടപ്പെട്ട് കമ്മല് കയറ്റി. പക്ഷെ കയറ്റിയതാ ഇങ്ങനെയാണ്. കമ്മൽ നേരിട്ടിട്ട് കയറണില്ല എന്ന് പറഞ്ഞത് തിരിച്ചിട്ടേക്കാ. അങ്ങനെ അന്നത്തെ ദിവസം ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് തീർന്നു. പിന്നെ കുറച്ചു നേരം പുസ്തകമൊക്കെ വായിച്ച് നേരെ ഉറക്കത്തിലേക്ക്. ഈ പുസ്തകത്തിൽ എനിക്ക് വായിച്ചപ്പോൾ സ്ട്രൈക്ക് ചെയ്തൊരു സെന്റൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്രദമായേക്കാം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ചിലപ്പോൾ നഷ്ടം വരുത്തിയേക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കുന്നതാണ് നല്ലത് അല്ലേ? ചിലപ്പോഴൊക്കെ ഇത് ശരിയല്ലേ? എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും പുതിയ ദിവസം പുതിയ പ്രതീക്ഷകളാവട്ടെ.